പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ വിശ്വാസികൾക്കുള്ള ന്യായവിധിയെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എബ്രയർ 9:27 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പം മനുഷ്യൻ മരിക്കുന്ന ഏതു മനുഷ്യനും ന്യായവിധി ഉണ്ട്. ജീവിക്കുന്ന ഏത് മനുഷ്യനും മരിക്കുമെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഏത് മനുഷ്യനായാലും മരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. ന്യായം വിധിക്കുക തന്നെ ചെയ്യും. നമുക്ക് വെളിപ്പാട് പുസ്തകം 20:12 കാണാൻ കഴിയുന്നുണ്ട്. മരിച്ചവർ ആവാലപ്പെടുത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകം തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവർക്കുള്ള ന്യായവിധി അല്ലെങ്കിൽ പ്രവൃത്തിക്കടുത്ത ന്യായവിധി ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സമുദ്രം മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുടെ. അപ്പോൾ സമുദ്രത്തിൽ മരിക്കുന്നവർ ആ സമുദ്രം തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം മരിച്ചവർ. അപ്പോൾ പാതാളം തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ എങ്ങനെ മരിക്കുന്നോ അവരെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഈ നാളുകളിലെ വെളിപ്പെടത്തക്കോണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിന് ചിലത് നമ്മളിൽ ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് ന്യായവിധി നടത്തിയതിന് ശേഷം ജാതികൾക്കും, അതായത് രക്ഷിക്കപ്പെട്ടവർക്കും ന്യായവിധി ഉണ്ട്. അവർ എന്ത് പ്രവർത്തിച്ചോ അതനുസരിച്ച് അവർക്ക് അനുമോദനങ്ങൾ കൊടുക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്മാറിപ്പോയവരെ ഒരിക്കലും സ്വർഗത്തിലേക്ക് പിന്നെ മറ്റൊരു കയറ്റാൻ കഴിയത്തില്ല. അപ്പോൾ അതിന് ശേഷമാണ് കർത്താവ് 7 വർഷം പ്രൈസ് ദി ലോർഡ് അവിടെ വിശുദ്ധന്മാരുമായിട്ട് താമസിക്കുമ്പോൾ തന്നെ അതിനുശേഷം മഹോദ്രവ കാലത്ത് താഴോട്ട് ഇറങ്ങി വരുമ്പോഴേ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പേ ന്യായവിധി മനുഷ്യർക്ക് ഒരു വെള്ളസിംഹാസനമൊക്കെ ദൈവം കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം പിശാചിനെ എന്തൊക്കെ തീപ്പൊയ്കയിൽ എടുത്ത് കളയുന്നതായിട്ട് നമുക്ക് കാണാൻ 20:10 കാണുന്നുണ്ട്. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും പിശാചിനെ. അതായത് ദൈവമക്കളെ അല്ലെങ്കിൽ ദൈവദാസന്മാരെ, ദൈവ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനായിട്ട് അവരെ വഞ്ചിക്കാനായിട്ട് കടന്നു വന്ന പിശാചിനെ കർത്താവ് തീപ്പൊയ്കയിലേക്ക് പിന്നെ എറിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സാത്താൻ്റെ ശക്തി എന്നേക്ക് നിലനിൽക്കുക. ദൈവം അവനെ ബന്ധിച്ച് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. യെശയ്യാ 14:9-17 അവിടെ അവൻ എന്നേക്ക് രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പിശാചിനാണ് ഏറ്റവും പ്രതികൂലം. വിശ്വാസത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് ദൈവ അനുമോദനങ്ങളും സമ്മാനങ്ങളും